ये दौलत भी ले लो, ये शोहरत भी ले लो, भले छीन लो मुझसे मेरी जवानी, मगर मुझको लौटा दो बचपन का सावन, वो कागज की कश्ती, वो बारिश का पानी, वो कागज नीचे പോടാ പോത്തെ वो बारिश का पानी. എല്ലാത്തിനും ഇന്നെ പറഞ്ഞാൽ മതിയല്ലോ. വേറെ എന്നിട്ടാണെങ്കിലും തിന്നാൻ കൊടുത്ത് ശീലമായി പോയി. ഒന്നും കിട്ടിയില്ല അല്ലേ? അമ്മയോട് ഇനി എന്താ വിളിച്ചു പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എന്താ ചെയ്യാ പഠിച്ചോനെ? ആരാ ഫോണിൽ? 10 നിന്നാ. ഓ, ഞാനിപ്പോൾ വന്നത് നന്നായി. അവരുടെ ചിരിയും വർത്തമാനം കണ്ടിട്ട് നീ വെറുതെ സാധനങ്ങൾ കൊണ്ട് ചൊരിയ. അസ്സലാമലൈക്കും. വലൈക്കും സലാം. പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. ഇനിയും ഇങ്ങനെ സാധനങ്ങൾ തരാൻ ഒക്കില്ല. ഇപ്പം തന്നെ കുറെ അധികം തുക തരാനുണ്ട്. ഞങ്ങൾ ഇവിടുത്തെ ജോലിക്കാരാ. മുതലാളി വന്ന് കണക്ക് നോക്കുമ്പോൾ ഞങ്ങൾ എന്താ പറയാ? അതുകൊണ്ട് കണക്ക് തീർത്ത് കാശ് തന്നിട്ട് മതി സാധനങ്ങൾ വാങ്ങൽ. അലിക്ക, ഇനിയും കാശ് തരാതെ അവന്മാർക്ക് ഒരു സാധനം പോലും കൊടുത്തു പോകരുത്. കിട്ടാനുള്ളത് ഊപിരിക്കാതെ മുതലാളി ഈ മാസം ശമ്പളം തരില്ല എന്നാ പറഞ്ഞിരിക്കുന്നു. ഓരോരുത്തരും ഇങ്ങനെ ആയാലും എന്താ ചെയ്യാ? അല്പം മനുഷ്യപ്പറ്റ് കാണിച്ചാൽ അതും ഒരു തരായി. ആ ഉമ്മ, അലിയാണ് ഉമ്മ. അന്നെ വീണ്ടും വിളിച്ച് ബേജാറാക്കണ്ടെന്ന് കരുതിയതാ. എന്തെങ്കിലും പറയണമെങ്കിൽ എന്നെ അല്ലാതെ ഈ ഉമ്മ ആരെ വിളിക്കാനാ? അന്റെ ബുദ്ധിമുട്ട് എനിക്കറിയാണ്ടല്ല. എന്നാലും കഞ്ഞീന്റെ കൂടെ ഒരു മുളകെങ്കിലും ഉടച്ച് കൂട്ടണ്ടേ മോനെ? എന്റെ ഓളും കിടാങ്ങളെ ഇല്ലേ ഇവിടെ? അതുന്റെ പീടിയല് കായ് ഇമ്മിനി കൊടുക്കാനുണ്ട്. ഓനാണേല് കായ് കൊടുക്കാണ്ട സാധനം തരൂലെന്നാ പറയുന്നത്. ഞാന് മരുന്ന് വേണ്ടാന്ന് വെച്ചാലും ഇത്രയും കുട്ടികളുള്ളടത്ത് കഞ്ഞീന്റെ വെള്ളം വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? കഴിഞ്ഞ മാസത്തെ ശമ്പളം കിട്ടിയില്ല ഉമ്മ. ഉമ്മ വിഷമിക്കാതെ. ഞാൻ എന്തെങ്കിലും ഒരു വഴി കാണാം ഉമ്മ. ഞാന് മരുന്ന് വേണ്ടാന്ന് വെച്ചാലും ഇത്രയും കുട്ടികളുള്ളടത്ത് കഞ്ഞീന്റെ വെള്ളം വേണ്ടാന്ന് വെക്കാൻ പറ്റുമോ? അലിക്ക, കാശിന്റെ കാര്യത്തിലാണെങ്കിൽ ഞാൻ ഉടനെ എത്തിക്കാം. അല്ല, കാശിപ്പോ തരാണ്ടാവൂല. ഇതൊക്കെ എടുത്തു വെക്കൂ. അല്ല, കാശിപ്പോ തരാണ്ടാവൂല. അലിക്ക, കാശിന്റെ കാര്യം ഞാൻ എത്രയും പെട്ടെന്ന് എത്തിക്കാം. നിങ്ങളുടെ ഈ ശബ്ദത്തിന് ഒരു പിടച്ചിലുണ്ട്. അതിപ്പോൾ എന്റെ മനസ്സിലിരുത്തപ്പെടുകയാണ്. എന്റെ കണ്ണുകളിൽ ഞാൻ എന്റെ ഉമ്മയെയും മക്കളെയും കാണുന്നുണ്ട്.